Play the intro, please. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, വചനം ദൈവമായിരുന്നു. സെയിന്റ് മേരീസ് ദേവാലയം അവതരിപ്പിക്കുന്നു ടോർച്ച് ബെയറേഴ്സ് ഓഫ് വേർഡ് ഓഫ് ഗോഡ്. ജേക്കബും കുടുംബവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏലിക്കുട്ടിയെ, സമയം 7:30 പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നീ മക്കളെ വിളിച്ചേ. കോഴിക്കോട് അടിച്ചിട്ട് ഇപ്പൊ വരാൻ മീന. ഇച്ചായി പാവിരിച്ചോ. റോസ, അന്ന, ജെയിംസേ, ഓടി വാ. കൈയും മുഖവും കഴുകിയിട്ട് പ്രാർത്ഥിക്കാനിരുന്നേ. അപ്പോൾ മക്കളെ, ഇന്ന് ഒരു കൃപ നിറഞ്ഞ ദിവസമാണ്. നമ്മുടെ വികാരി അച്ഛൻ എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഞാൻ ഓർക്കുന്നുണ്ടപ്പ. അച്ഛനെന്ന് വചനവർഷത്തിന്റെ തുടക്കം പള്ളിയിൽ ആചരിച്ച പോലെ നമ്മുടെ കുടുംബത്തിലും ആചരിക്കണമെന്ന് പറഞ്ഞു. അതെ, നമുക്കിപ്പോ തുടങ്ങിയാലോ? യെസ് അപ്പ. വചനവർഷം, തിരുവചനവർഷം, വചനവർഷം, തിരുവചനവർഷം, നിന്നിൽ വസിച്ചിട തിരുവചനവർഷം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. നമ്മൾ ഇന്നത്തെ വ്യാഖ്യാനത്തിലുള്ള വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷമാണ്. നമ്മൾ ഈ വചനവർഷത്തിലൂടെ സഭ ആഗ്രഹിക്കുന്നത് എല്ലാവരും വ്യക്തിയായും കുടുംബമായും സഭയായും തിരുവചന വായനയിലൂടെയും പഠനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നാം എല്ലാവർക്കും കിട്ടിയ വലിയ ദൗത്യമായ വിശുദ്ധ സുവിശേഷത്തിനെ ലോകമെമ്പാടും പങ്കുവെക്കണമെന്നതാണ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ ബൈബിളിൽ എത്ര സുവിശേഷമുണ്ട്? അപ്പ 4. മെടുക്കി 4 സുവിശേഷമുണ്ട്. അപ്പോൾ ഞാൻ ഓരോ സുവിശേഷത്തിന്റെയും പ്രത്യേകതയും പിന്നെ ഓരോ സ്ലീഹന്മാരും തന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന ചെറിയ ഉപമയോ അത്ഭുതമോ സംഭവമോ ഒക്കെ പങ്കുവയ്ക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ അപ്പ. ആദ്യത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. വിശുദ്ധ മത്തായി ഒരു ദൈവിക മനുഷ്യനായി പ്രതിനിധീകരിക്കുന്നു. കാരണം സുവിശേഷം യേശുവിന്റെ ഈ ലോകത്തിലേക്കുള്ള പ്രവേശനം എടുത്തുകാട്ടുന്നു. ആദ്യം അവന്റെ കുടുംബ വംശ പരമ്പരയെ അവതരിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കുടുംബരേഖ, ദാവീദിന്റെ പുത്രൻ, അബ്രഹാമിന്റെ പുത്രൻ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അവന്റെ അവതാരവും ജനനവും.
യേശുക്രിസ്തുവിന്റെ ജനനം ഇങ്ങനെയാണെന്ന് വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ പറയുന്നുണ്ട്. വിശുദ്ധ ഐനേനിയസ് അഭിപ്രായത്തിൽ യേശുവിന്റെ മനുഷ്യത്വത്തിന്റെ സുവിശേഷമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. അതുകൊണ്ടാണ് വിനീതനും സൗമ്യനുമായ ഒരു മനുഷ്യന്റെ സ്വഭാവം സുവിശേഷത്തിൽ ഉടനീളം കാണുന്നത്. ഈ സുവിശേഷത്തിൽ നമുക്ക് കുറെ ഉപമകളും അവയുടെ അർത്ഥവും കാണാൻ സാധിക്കും. അതിലെ വചനത്തെ ആസ്പദമാക്കിയ ഒരു ഉപമയാണ് വിതക്കാരന്റെ ഉപമ. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികൾ വീണു. പക്ഷികൾ വന്ന് തിന്നു. ചിലത് മണ്ണ് അധികമല്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നാൽ അത് പെട്ടെന്ന് മുളച്ചു പോയി. പക്ഷെ സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വെയിലില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിന് ഞെട്ടിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി.